ഇത്തവണ ഞങ്ങൾ കൂടി ഒരു വെരി സ്പെഷ്യൽ ആൻഡ് മെമ്മറബിൾ ഇഫ്താർ പാർട്ടി. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഇഫ്താർ പാർട്ടി ആയിരിക്കും കേട്ടോ. കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ഫുഡ് ഞാൻ കഴിക്കുന്നത്. ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധാ ഫുഡൊന്നുമല്ല, നല്ല ഹോം മെയ്ഡ് ഡെലീഷ്യസ് ഫുഡ്. ചെന്നപ്പം തന്നെ കട്ട് ഫ്രൂട്ട്സും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് നമ്മൾ നോമ്പ് ബ്രേക്ക് ചെയ്തു. ശേഷം സ്നാക്സ് കണ്ടോ, പലതരം. ഇതിൽ ഓരോന്നിലെയും ഫില്ലിങ്സ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും എൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു, കിടന്നു പോയിട്ട്. അത് കഴിഞ്ഞതും നമ്മുടെ മെയിൻ കോഴ്സ് എത്തി. നല്ല ഹോം മെയ്ഡ് ഫ്രൈഡ് ചിക്കൻ, മട്ടൺ ബിരിയാണി, നൂലപ്പം, പൊറോട്ട, ചിക്കൻ കറി, അങ്ങനെ വിവിധ തരങ്ങൾ. ഇതായിരുന്നു മെയിൻ കോഴ്സ്. എൻ്റെ സ്റ്റുഡൻസ് ആണ് കേട്ടോ, സൈറു, ഷെറീൻ. അവരുടെ വീട്ടിലായിരുന്നു. മക്കൾ അവരായിട്ട് നല്ല ക്ലോസ് ആയതുകൊണ്ട് അവരും അവിടെ ശരിക്കും എൻജോയ് ചെയ്തു. ഭയങ്കര ഹോംലി ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നേരം ഒന്ന് പോയി കിടന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദാ വന്നു നമ്മളുടെ മെയിൻ ഐറ്റം, ഒരു അടിപൊളി കുനാഫ മിക്സ്ഡ് ഒരു ഡെസേർട്ട്. മൈ ഗോഡ്, ലൈഫിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഡെസേർട്ടിൽ ഏറ്റവും യമ്മിയസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതെല്ലാം ഹോം മെയ്ഡ് ആയിരുന്നു. കുറച്ച് കഴിച്ച് നിർത്താമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്നെ അതിന് സമ്മതിച്ചില്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു 2-3 ബൗൾസ് കഴിച്ചു. ഒരു 4 ലെയേഴ്സ് ആയിരുന്നു കേട്ടോ. താഴെ കേക്ക്, സെക്കൻഡ് ലെയർ കുനാഫ, തേർഡ് ലെയർ ക്രീം, പിന്നെ അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് സ്ട്രോബെറിയും ന്യൂട്ടല്. എൻ്റെ മക്കൾക്കും ഇത് ഭയങ്കര ഇഷ്ടമായി. അത്രയ്ക്ക് യമ്മിയായിരുന്നു കേട്ടോ. കൈപുണ്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ വേറെ ലെവൽ. പിള്ളേരുടെ ആ ഒരു ഇഷ്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് ഫുഡൊക്കെ ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്നു കേട്ടോ. ശരിക്കും നാട്ടിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വീട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ശരിക്കും അന്നവിടെ ഞങ്ങൾക്ക് കിട്ടിയത്. വി ഫെൽറ്റ് സോ സ്പെഷ്യൽ, വി ഫെൽറ്റ് ലവ്ഡ്. ശരിക്കും മനസ്സ് നിറഞ്ഞൊരു ഇഫ്താർ പാർട്ടി.